ഹായ്, ഇന്നേക്ക് വൈഫ് അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോകട്ടെ. എന്താണ് ചെളിപ്പൊടി മീൻ കണ്ടത്, അത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മാങ്ങിയിട്ട് ചെളിപ്പൊടി മീൻ വയ്ക്കാൻ പോകണം ഇന്നേക്ക്. അതാണ് ഇന്നേക്ക് റെസിപ്പി കേട്ടാ. ഇത് ആദ്യം ഉലുവയിടുണ്ട്, എണ്ണ ചൂടായി പിന്നെ അത് ഉലുവയിടുണ്ട് കേട്ടാ. ഉലുവയിടുക, അതിനുശേഷം കടുകിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടാ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ഇത് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് കേട്ടാ. അതിട്ടും കണ്ട് കുറച്ച് ഇളക്കിങ്ങാണ്ട് വണക്കാനായിട്ട് കുറച്ച് ഉപ്പിടുണ്ട് കേട്ടാ. ഉപ്പിട്ട് കുറച്ച് ഇളക്കിങ്ങാണ്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇടുക കേട്ടാ. ഇട്ട് സൂപ്പറായി കുറച്ച് വണക്കുണ്ട്. കുറച്ച് വണക്കി പിന്നെ സബോളയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ. അത് വിട്ട് കുറച്ച് വണക്കുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി വിട്ട് അത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടാ. കറിവേപ്പില ഉണ്ടല്ലോ, അതും കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടാ. കറിവേപ്പില ഇട്ട് അത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. എല്ലാം വണക്കി പിന്നെ മല്ലി വറമുളകും ചേർത്ത് വറുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതും സൂപ്പറായി ഇട്ട് പച്ചമണം പോകും വരെ സൂപ്പറായി ഇളക്കുന്നുണ്ട് കേട്ടാ. നന്നായി ഇളക്കി പിന്നെ അതൊക്കെ പച്ചമണം പോയ പിന്നെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ പീസായി അരിഞ്ഞ് നന്നായി കഴുകിയിട്ട് ഇടുന്നുണ്ട് കേട്ടാ. സൂപ്പറായിട്ടിട്ട് അതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ പൊടിയിട്ടില്ല, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ടല്ലോ കുറച്ച് ഇളക്കി വിട്ട് ഉപ്പുണ്ടല്ലോ, ഉപ്പ് കുറച്ചിട്ടുണ്ട് കേട്ടാ. ഉപ്പ് കുറച്ചിട്ട് പാകത്തിന് പിന്നെയും വെള്ളം ഒഴിക്കുന്നുണ്ട്. അളവിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടാ. സൂപ്പറായി മൂടി വെച്ചിട്ട് തുറക്കുമ്പോൾ നന്നായി തിളച്ചിട്ടിരിക്കണേ. തിളച്ചിട്ട് മറ്റേ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, മാങ്ങ ഒരു പാകത്തിന് വെന്താ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടല്ലോ പുളി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അളവിന് പുളി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായി ഒഴിച്ചിട്ട് അടിപൊളിയായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് പിന്നെയും മൂടി വയ്ക്കുന്നുണ്ട്. മൂടി വെച്ച് തുറക്കുമ്പോണ്ടല്ലോ അതാ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട്. അതിനുശേഷം ഉണ്ടല്ലോ ചെല്ലിപ്പൊടിയില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് സൂപ്പറായി ഇതാക്കണ്ട. വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിലൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൂപ്പറായി ഇട്ടുങ്ങാണ്ട് ഒക്കെ മൂടി വെച്ച് തുറന്ന് പിടിച്ചാൽ അടിപൊളിയായിട്ട് കറി റെഡിയായിട്ടാണ് സൂപ്പറായി വെന്തിട്ടുണ്ടാകും. കറി സൂപ്പറായി. പിന്നെ ചോറുണ്ട് കേട്ടോ. രാത്രി അടിപൊളി ചോറിട്ടത് അമ്മയൊക്കെ ചാറ് ഒഴിച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് കുറവായ പോലെ കണ്ടിട്ട് അതാ ഞാനപ്പം ലാസ്റ്റായി കഴിക്കുന്നത് കേട്ടോ. ചെള്ളിപ്പൊടി ചാറ് ഒഴിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ കണ്ട സൂപ്പറായി എടുത്ത് അത് വെന്തിട്ടുണ്ടാകും നോക്കാട്ടാ. എങ്ങനെ സൂപ്പറായി വെന്തിട്ടുണ്ട് കണ്ട. മാങ്ങ മറ്റേ തോല് മാത്രം കളഞ്ഞിട്ട് മറ്റേ ഇതുണ്ടല്ലോ അതും എടുത്ത് ചെള്ളിപ്പൊടി മീനൊക്കെ കുഴച്ച് കുറച്ചൊരു കൈയ്യെടുത്ത് ഇങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടാ. ഇതുപോലെ നിങ്ങളും ചെള്ളിപ്പൊടി മീനും മാങ്ങയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് റെസിപ്പിക്ക് കമൻറ്റ് ചെയ്യുക.